2012 മുതൽ ഫ്രാൻസിനെ പരിശീലിപ്പിക്കുന്നത് ദിദിയർ ദശാംസ് ആണ്. ഈ ലോകകപ്പിന് ശേഷം അദ്ദേഹം ഒഴിയുമെന്നും സിനദിൻ സിദാൻ പിൻഗാമിയാവുമെന്നും കേൾക്കുന്നു. സിദാൻ പരിശീലകനാകുമ്പോൾ ദേശീയ ടീം കൂടുതൽ ഉയരത്തിലേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ? അതല്ല ജോക്കിം ലോവിന് ശേഷം ജർമ്മനിക്ക് സംഭവിച്ച പോലെ ഒരു അപകട സാധ്യത ഇതിലുണ്ടോ? ഏറെക്കാലം പരിശീലിപ്പിച്ച് വിജയിച്ച ഒരു കോച്ചിനെ മാറ്റിയാൽ ഗുണത്തെക്കാൾ ദോഷമാണോ സംഭവിക്കുക? ചോദ്യം ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് ഷമീമാണ്. അത് ഇങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പൊ സിഡാൻ റിയൽ മാഡ്രിഡ് ജോലി എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അതിന് മുമ്പ് വന്നിട്ടുള്ള പരിശീലകന്മാര് ലെജൻഡ്സ് ആയിരുന്നു. ഹോസെ മൊറീഞ്ഞോ, ആൻസ്ലോട്ടി, അങ്ങനത്തെ ആൾക്കാർ. ഇപ്പൊ ഒരു അനുഭവം ഇല്ലാത്ത ഒരു കളിക്കാരനായിട്ടൊരു ലെജൻഡ് ആയിരുന്നു. പക്ഷെ കോച്ചിങ്ങിൽ വെറും റിസർവ് ടീമിനെ മാത്രം കോച്ച് ചെയ്ത ഒരാളെ പിടിച്ച് കോച്ചാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പേടി ഉണ്ടായിരുന്നു. പക്ഷെ 3 ചാമ്പ്യൻസ് ലീഗ് അടുപ്പിച്ച് ജയിച്ചു, അത് വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം എനിക്ക് ഫ്രാൻസിന്റെ ഭാഗത്തു നിന്ന് അവർക്കൊരു പേടി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഈ കളിക്കാരെ എത്ര മികച്ച കോച്ചായാലും നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ കളിക്കാർ വേണം. ഫ്രാൻസിന് ആ ഒരു പ്ലെയർ പൂള് വേറെ ഏത് രാജ്യത്തിൻ്റെ മികച്ച പ്ലെയർ പൂൾ അവർക്കുണ്ട്. ഇപ്പോഴും ഉണ്ടാവും, നാളെ ഉണ്ടാവും. അപ്പൊ അത് കാരണം ഏതൊരു കോച്ചായാലും അവർക്ക് ആ ഒരു 100 മീറ്റർ റേസ് ആണെങ്കിൽ അവർ 10 20 മീറ്റർ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല സിഡാൻ അതൊരു ബുദ്ധിമുട്ടാവുന്നു. അല്ല, ഈ കോച്ചുമാരെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പിന്നെ ജർമ്മനിയുടെ പുതിയ കോച്ച് ആരായിരിക്കും, ഗാർഡിയോളാണോ എന്നൊക്കെ. അപ്പൊ നമ്മളിപ്പോ എല്ലാവരും പറയുന്ന കോച്ച് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് ഇംഗ്ലണ്ടിന്റെ കോച്ചിനെ പറ്റിയും പോസിറ്റീവായിട്ട് ബ്രസീലിന്റെ കോച്ചിനെ പറ്റിയും. അപ്പൊ ഈ ശരിക്കും കോച്ചുമാര് മാത്രമാണോ ഈ റെസ്പോൺസിബിൾ പേഴ്സൺസ്? അല്ലല്ലോ, അതിപ്പോ ഒരു കോച്ചിന് ഒരു ടീമിനെ പ്രിപ്പയർ ചെയ്യാനേ പറ്റില്ല. ഇപ്പൊ ഒരു കളിക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകൾ, ഇപ്പൊ ഏതൊരു കളി, അൾജീരിയയുടെ കളി ഞാൻ കണ്ടു, അവർ അനുഭവമുള്ള കളിക്കാരാണ്. ഹൃദയത്തിന്റെ ഫൈനൽ മത്സരം ആരംഭിച്ചു. ഓക്സിജനുമായി റെഡ് സെൽസ് മുന്നേറുന്നു. ടീം ഒരുമിച്ച് മുന്നേറുകയാണ്. അപ്രതീക്ഷിത തടസ്സം, കൊളസ്ട്രോൾ ആക്രമണം. ഐവസിന്റെ സഹായത്തോടെ കൃത്യമായ ആൻജിയോപ്ലാസ്റ്റി. തടസ്സം നീങ്ങുന്നു. ഗോൾ! രക്തയോട്ടം വീണ്ടും സാധാരണയായി. ഹൃദയം വീണ്ടും വിജയത്തിലേക്ക്. VKCC Health Hospital, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ. ഫോൺ 9746 722 922 9746 622 922.